അപ്പോൾ ഉണ്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അവലോസ് പൊടിയാണ്. ഇത് 1.5 കിലോ അവലോസ് പൊടി ഉണ്ട്. അവലോസ് പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ 750 ഗ്രാം ശർക്കര, അതായത് ശർക്കരയുടെ ക്വാണ്ടിറ്റി എപ്പോഴും 2 കിലോ പൊടിയാണെങ്കിൽ 1 കിലോ ശർക്കരയായിരിക്കും നമ്മൾ ഉപയോഗിക്കാം. ഇതിപ്പോൾ 1.5 കിലോ പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് 3/4 കിലോ ശർക്കര. പിന്നെ ഏലക്കായ പൊടിച്ചത് 2 സ്പൂൺ, 2 സ്പൂൺ ചുക്ക് പൊടിച്ചത്, പിന്നെ 1 സ്പൂൺ വറുത്ത എള്ള്. അത് ആവശ്യമുള്ളവർക്ക് മതി, എള്ളില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഉണ്ട കാണാനൊരു ഭംഗി ഉണ്ടാവും, അതിന് വേണ്ടി മാത്രമാണ് ഈ എള്ള് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ശർക്കര ഒന്ന് പൊടിച്ച് കിട്ടിയാൽ എളുപ്പം ഇത് അലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾ. അതിലേക്ക് അത് അളവ് കണ്ട് വെള്ളം ഒഴിക്കുക. അതായത് ആ ശർക്കര നികക്കെ എന്ന് പറയാം, നമുക്ക് അറിയാലോ നമ്മുടെ ഒരു അളവുണ്ട്. ആ അളവിന് കണ്ടിട്ട് അതൊന്ന് അരിച്ചെടുക്കാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി ഉരുക്കിയെടുക്കാം. അപ്പോൾ ഈ ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ എള്ള് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ അവലോസ് പൊടിയിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് ഒരു നൂല് പരുവാക്കണം. അപ്പോൾ നൂല് പരുവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളി അടപ്പത്ത് വെച്ച് ഉരുളിയിലാണ് ഇത് ഇട്ട് നൂല് പരുവത്തിലേക്ക് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഉരുക്കിയ ശർക്കര നൂല് പരുവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരടപ്പത്ത് ഇതുപോലെ ഒരു ഉരുളിയോ ഒരു പാത്രം വെച്ചിട്ട്, ഉരുളിയാണ് നല്ലത്, നമുക്കൊന്ന് അരിച്ചൊഴിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ശർക്കരയാണ് അറിയാലോ. അപ്പോൾ നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ പണി പാടും. അപ്പോൾ ഇതിൽ അരിച്ചൊഴിക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നൂല് പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. ഈ ഒരു പരുവാവണം, നൂല് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണ്ടയുണ്ടാക്കേണ്ട പരിപാടിക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഈ ചുക്കും ഏലക്കായും പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി പൊടി ഇതിലേക്ക് പൊടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. പൊടി ഇതിലിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വെയിറ്റ് ചെയ്യാനില്ല. നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് നമ്മൾ ഉണ്ട ഉരുട്ടാൻ തുടങ്ങുകയാണ്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കട്ട പോലെയാവും, പിന്നെ അത് പിന്നെ വെള്ളം തെളിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് നല്ല മിക്സ് ആയതിനു ശേഷം അപ്പം തന്നെ നമ്മൾ ഉണ്ട ഉരുട്ടാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തിയതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്തെടുത്ത് മാറ്റാം. ഇനി നമുക്കൊരു പരന്ന പാത്രത്തിലോ ഒരു ബേസിനിലോ ഇതുപോലെ കുറച്ച് പൊടി, നമ്മുടെ അവലോസ് പൊടി ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ളൊരു പൊടി കുറച്ച് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം അപ്പോൾ തന്നെ നമ്മളധികം വൈകരുത്, അതിൽ നിന്ന് നല്ല ചൂടുണ്ടാവും. അതിപ്പോൾ നമുക്ക് ഇതുപോലെ കൊണ്ടുവരട്ടാം. നമ്മൾ എടുത്തു വെച്ച പൊടിയിലേക്ക് അതിടുക. അത് നമ്മൾ ആ പൊടി കൂടെ കൂട്ടി ഇതേപോലെ മുറുക്കാം. അങ്ങനെ നമ്മുടെ അവലോസ് ഉണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു 3-4 മണിക്കൂർ ഇരുന്നാൽ ശരിക്കും നല്ല ഉറപ്പോടെ കൂടെ നമുക്ക് കഴിക്കാം. ഇപ്പോൾ എടുക്കുമ്പോൾ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചൂടാറിയിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു കുപ്പിയിലേക്കോ ഭരണിയിലേക്കോ എവിടേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യം പോലെ എടുത്ത് കഴിക്കാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.